ഹായ് വെൽക്കം ടു എജുബിൾസ് ലേണിംഗ്. ഇന്ന് ജനുവരി 30 നമ്മുടെ CUET എക്സാമിന്റെ അപ്ലൈ ചെയ്യാനുള്ള അവസാന ദിവസമായിരുന്നു. നാളെയാണ് ഫീ അടയ്ക്കാനുള്ള അവസാന ദിവസമായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു സന്തോഷ വാർത്തയുണ്ട്. നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. പല കുട്ടികളും CUET എക്സാമിന് അവസാന നിമിഷം അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്ത് ചെയ്യുമെന്നൊക്കെ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ NTA ഈ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്. വലിയൊരു ആശ്വാസമായിരിക്കും ഒരുപാട് രക്ഷിതാക്കൾക്കും അവരുടെ ഭാവി +2 പഠിക്കുന്ന കുട്ടികൾ ബോർഡ് എക്സാമും മറ്റുള്ള തിരക്കുകളായിരിക്കും. നിങ്ങൾ ട്യൂഷനും മറ്റുള്ള തിരക്കുകൾക്കിടയിൽ ഇത് ഫോക്കസ് ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും. ലാസ്റ്റ് ഡേറ്റ് വന്നപ്പോൾ മാത്രം ഗ്രൂപ്പുകളിലൊക്കെ ലാസ്റ്റ് ഡേറ്റ് എന്ന് കണ്ടിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ CUET എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് 30-ാം തീയതിയിൽ നിന്ന് അത് 4-ാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഫെബ്രുവരി 4-ാം തീയതിയാണ്. നിലവിൽ അത് 30-ാം തീയതിയായിരുന്നു. അതുപോലെ തന്നെ ഫീ അടയ്ക്കാനുള്ള അവസാന സമയം എന്ന് പറഞ്ഞാല് ജനുവരി 31 11:50 PM ആയിരുന്നു. എന്നാൽ അത് എത്ര ആക്കിയിട്ടുണ്ട്? ഫെബ്രുവരി 7-ാം തീയതി വരെ ആക്കിയിട്ടുണ്ട് കേട്ടോ. 11:50 PM വരെ ആക്കിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങൾക്ക് കറക്ഷൻസ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻസ്, അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ശ്രദ്ധയോടെ തെറ്റാതെ കൊടുക്കണം. എന്നാൽ ചില കാര്യങ്ങൾ നമുക്കിപ്പോ നമ്മളെ സബ്ജക്റ്റുകളൊക്കെ ആ രീതിയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അവിടെ 2-ാം തീയതി മുതൽ 4-ാം തീയതി വരെയായിരുന്നു അതിന്റെ സമയം. അതും 9-ാം തീയതി മുതൽ 11-ാം തീയതിയാണ്. ഈ ഡേറ്റ് മറന്നു പോകരുത് കേട്ടോ. കാരണം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാറ്റവും പറ്റില്ലേ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ കറക്ഷൻ ഒരു ഡേറ്റ് വരുന്നുണ്ട് 9-ാം തീയതി മുതൽ 11-ാം തീയതി വരെ. കാരണം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരുന്ന സമയത്ത് നമുക്ക് അത് അഡ്മിഷന്റെ സമയത്ത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അതുകൊണ്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കണം. കാരണം നമുക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഡബിൾ കൊടുത്ത കാര്യങ്ങൾ തന്നെ വീണ്ടും എൻറ്റർ ചെയ്യാനുണ്ടാവും. 2 തവണ നമ്മൾ എൻറ്റർ ചെയ്ത് മിസ്റ്റേക്ക് വരുമ്പോഴാണ് നമുക്ക് പിന്നെ അഡ്മിഷന്റെ സമയത്തൊക്കെ അത് പ്രയാസപ്പെടുക. അതുകൊണ്ട് ഏതായാലും നമ്മുടെ ഡേറ്റ് നീട്ടിയിട്ടുണ്ട്. നിങ്ങൾ ബോർഡ് എക്സാമിന്റെ ഒക്കെ തിരക്കിലായിരിക്കില്ല. +2ന്റെ സമയത്ത് ഈ ഒരു എക്സാം വരുന്ന സമയത്ത് നിങ്ങൾ CUET എക്സാം ഫോക്കസ് ചെയ്യാൻ പറ്റൂല. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എക്സാം കഴിഞ്ഞ് മറ്റുള്ള എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇനി നെക്സ്റ്റ് ഇയർ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചാൽ നമ്മുടെ ഒരുപാട് സാധ്യതകളാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ സമയം നമ്മളെ ഭാവിയിൽ ഇനി അടുത്ത വർഷം എന്തൊക്കെ എക്സാമുകൾ എഴുതിയിട്ടാണ് ഏതൊക്കെ കോഴ്സിലേക്കാണ് പോവേണ്ടത് എന്നതിനെ കുറിച്ച് ഈ സമയത്ത് ചെറിയ രീതിയിലെങ്കിലും നമ്മൾ ചിന്തിക്കണം. കാരണം നമുക്ക് വലിയ സാധ്യതകളാണ് CUET എക്സാമിലൂടെ ലഭിക്കുന്നത്. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ മികച്ച എക്സ്പോഷർ ഉണ്ടാവും. മാത്രമല്ല മികച്ച കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് കഴിവുറ്റ മികച്ച വിദ്യാർത്ഥികളുടെ കൂടെ നമുക്ക് ഡിഗ്രി പഠിക്കാനും മറ്റുള്ള കോഴ്സുകൾ പഠിക്കാനൊക്കെയുള്ള അവസരമാണ് CUET എക്സാമിലൂടെ ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഈ അടുത്ത് തന്നെ NCET എക്സാമിന്റെയും ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. നമ്മള് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി പഠിക്കുന്നത് പോലെ തന്നെ NCET എക്സാമിൽ നമുക്ക് ഡിഗ്രിയുടെ കൂടെ BEd കൂടി കിട്ടുന്ന ITAP പ്രോഗ്രാം നമ്മളെ നാട്ടിൽ പരിചിതമായി കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിലും അതിന് മുമ്പത്തെ വർഷങ്ങളിലൊക്കെ ഇതിന്റെ അഡ്മിഷൻ ഓരോ വർഷം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രാവശ്യം ITAPന്റെ ആപ്ലിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. +2 കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 വർഷം കൊണ്ട് ഡിഗ്രിയും BEdും ഒരുമിച്ച് കിട്ടുന്ന ഒരു ടീച്ചർ ആവാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ കോഴ്സ് എടുത്താൽ നിങ്ങൾക്ക് സാധിക്കും. മാത്രമല്ല അതിൽ BScയും അതുപോലെ തന്നെ BAയും BCom എല്ലാ 3 കോഴ്സുകൾക്കും അവിടെ BEd കിട്ടുന്നതാണ്. അതുപോലെ തന്നെ CUET എക്സാമിൽ നിങ്ങൾക്ക് കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് അതുപോലെ സയൻസ് ഈ ഒരു സ്ട്രീമിലൂടെ ആയിരിക്കും നിങ്ങൾ പോയിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ എജുബിൾസ് ലേണിംഗ് സ്പെഷ്യൽ ക്രാഷ് കോഴ്സ് തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പതിയെ നിങ്ങളുടെ ബോർഡ് എക്സാമിന്റെ കൂടെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നേ ഉള്ളൂ. എക്സാം കഴിഞ്ഞാൽ കുറച്ചുകൂടി തീവ്രമായിട്ട് ഇന്റൻസീവായിട്ട് പഠിക്കാനുള്ള അവസരവും എജുബിൾസ് ലേണിംഗ് നിങ്ങൾക്ക് ഒരുക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ സ്പെഷ്യൽ ആപ്ലിക്കേഷനിലൂടെയാണ് നിങ്ങൾക്ക് ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കൃത്യമായിട്ടുള്ള മെന്റർഷിപ്പോട് കൂടിയിട്ട് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ, അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റിന്റെ കൂടെ തന്നെ ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻസുകളൊക്കെ ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കും. മാത്രമല്ല ഞങ്ങളുടെ ലൈവ് സെഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഈ CUET എക്സാമിന്റെ സ്പെഷ്യൽ കോച്ചിങ് നിങ്ങൾക്ക് എജുബിൾസ് ലേണിംഗിന്റെ കൂടെ ചെയ്യാം. താല്പര്യമുള്ള ആളുകൾ ഞങ്ങളുടെ കോൺടാക്ട് നമ്പറിലൂടെ കണക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ അഡ്മിഷൻ കൗൺസിലറെ കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് കോഴ്സിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും.
ഒരിക്കലും ഈ അവസരം നഷ്ടപ്പെടുത്താതെ നിങ്ങളുടെ ബോർഡ് എക്സാമും അതുപോലെ തന്നെ CUET വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.